ഗുഡ് മോർണിംഗ്. കരക്കോണം ജനതയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നൊരു കൊച്ചു കവിതയാണ്, പുൽ ബനി ഥി മാ. അപ്പോൾ ആ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്, വർഗ പഹേലിക്ക് പൂർത്തീകരേ. അതായത് ആ കോളങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല പത്രങ്ങളിലായിരുന്നാലും പിന്നെ ബാലരമ ഇങ്ങനെ കൊച്ചു കൊച്ചു അമർചിത്രകളിലൊക്കെ വരുന്നതാണ് ഈ വർഗ ബഹേലി. അതായത് അവിടെ കോളങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് താഴോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ആയിട്ടൊക്കെ പറഞ്ഞിരിക്കും. ആ അക്കങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാക്ക് കണ്ടുപിടിച്ച് അതിനെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിലാദ്യം കാണിച്ചിരിക്കുന്ന ഈ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പാർട്ടെന്ന് പറയുന്നത് അവിടെ എന്താണ്, അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിനങ്ങനെ മാറ്റിയിരിക്കുന്നത്. അല്ലാതെ 1 മുതൽ 10 വരെയുള്ള കോളങ്ങൾ നമുക്കിതിനകത്തുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അക്ഷരങ്ങളും അതിനകത്ത് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വർഗ പഹേലി എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അതിൽ ദായി ഓർ, അതായത് ദായി ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക്, വലത്തോട്ടുള്ള നിർദ്ദേശങ്ങൾ, വലത്തോട്ട് വാക്കുകൾ എങ്ങനെ കണ്ടെത്താം, അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നത് ഞാൻ വായിക്കാം. നമുക്ക് ദായി ഓർ വലത്തോട്ട്. സമാജ് കെ ഹർ സദസ്യക്കോ ഇസ്കാ ബോധ് ഹോനാ ചാഹിയേ. സമാജ് കെ ഹർ സദസ്യക്കോ, സമൂഹത്തിലെ ഓരോ സദസ്യ മീൻസ് മെമ്പേഴ്സ്, അംഗങ്ങൾ, സമൂഹത്തിൽ ഉള്ള ഓരോ അംഗങ്ങൾക്കും ഇസ്കാ ബോധ് ഹോനാ ചാഹിയെ, ഈ ഒരു ബോധമുണ്ടാവണമെന്ന്, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകണമെന്ന്. 3 അക്ഷർ, 3 അക്ഷരങ്ങളിലാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 കോളങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം തായുടെ പകുതിയും വായും എന്ന് പറഞ്ഞ് ഒരു അക്ഷരം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന സമാജിക്ക് ഹർ സദസ്യക്കോ ഇസ്കാ ബോധ് ഹോനാ ചാഹിയെ, സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന്. എന്തായിരിക്കും ആ ഒരു വാക്ക്, ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. ആ എന്ന് വന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? സമത്വ. ഏത് വാക്കാണ്? സമത്വം. എല്ലാവർക്കും തുല്യമായ അവകാശം, എല്ലാവരും തുല്യതയിൽ എത്തണമെന്നുള്ളത്, അത് സമൂഹത്തിലുള്ള സകലമാന ആൾക്കാരും അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. സമാജിക്ക് ഹർ സദസ്യക്കോ ഇസ്കാ ബോധ് ഹോന ചാഹിയേ. നെക്സ്റ്റ് രണ്ടാമത്തത്, യഹ് വിശേഷത മനുഷ്യക്കോ മിൽ ജുൽക്കർ രഹ്നേക്ക് പ്രേരണ ദേത്തി ഹെ. യഹ് വിശേഷത, രണ്ടാമത്തെ കോളത്തിൽ വലത്തോട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്. യഹ് വിശേഷത മനുഷ്യക്കോ മിൽ ജുൽക്കർ രഹ്നേക്ക് പ്രേരണ ദേത്തി ഹെ. ഈ ഒരു വിശേഷത മനുഷ്യനുണ്ടെങ്കിൽ, ഈ ഒരു ക്വാളിറ്റി മനുഷ്യനുണ്ടെങ്കിൽ അവന് സമൂഹത്തിൽ മിൽ ജുൽക്കർ രഹ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് ജീവിക്കുക, എല്ലാവരും ഒരുമിച്ച് സഹവർത്തിത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതിന് പ്രേരണ നൽകുന്നു. പ്രേരണ ദേത്തി ഹേ യഹ് വിശേഷത മനുഷ്യക്കോ മിൽ ജുൽക്കർ രഹ്നേക്ക് പ്രേരണ ദേത്തി ഹേ. എന്തായിരിക്കും? ഇവിടെ ഒരു ഫാ വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഷായും വന്നിട്ടുണ്ട്. അറിയാമോ അങ്ങനെ ഒരു വാക്ക്? അത് ഭായിചാര. എന്താ ഈ ഭായിചാരയുടെ അർത്ഥം? ഭായിചാര മീൻസ് സഹോദര സ്നേഹം, എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണണമെന്നുള്ളതാണ് സഹോദര സ്നേഹം. ഭായിചാര, സഹവർത്തിത്വം, എല്ലാവരും ഒന്നുപോലെ കാണണം, സഹോദരന്മാരായിട്ട്. നമ്മൾ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ കണ്ടില്ലേ, സമത്വം. അടുത്ത് വന്നിരിക്കുന്നത് ഭായിചാര. ഇനി അടുത്ത് നോക്കാം, മൂന്നാമത്തിലേക്ക് വരാം. ഏത് ഭാരതീയ ശാസൻ വ്യവസ്ഥയ്ക്ക് വിശേഷത ഹെ. ഇത് ഭാരതത്തിൻ്റെ ശാസൻ വ്യവസ്ഥയ്ക്ക് വിശേഷത ഹെ. ശാസൻ ക്യാ ഹെ? ശാസൻ ഭരണ സംവിധാനത്തിൻ്റെ ഒരു വിശേഷതയാണ് ഈ ഒരു വാക്കെന്ന് പറയുന്നത്. മൂന്നാമത് കൊടുത്തിരിക്കുന്നതിൽ ഇടയ്ക്ക് ഒരു തം, അതായത് താഴെ മുകളിൽ കുത്ത്, തം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭാരതീയ ശാസൻ വ്യവസ്ഥ, ഭരണ വ്യവസ്ഥയുടെ ഒരു വിശേഷത എന്ന് പറയുന്നത് എന്താണ്? ജനതന്ത്രത അല്ലേ? ജനാധിപത്യം. ഭാരതത്തിൻ്റെ ശാസൻ വ്യവസ്ഥ, ഭരണവ്യവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജനാധിപത്യം തന്നെയാണ്, ജനതന്ത്ര. 4, യഹ് ഏക് വികസിത സമാജ് കാ നിശാൻ ഹെ. ഇതൊരു വികസിത സമൂഹത്തിൻ്റെ അടയാളമാണെന്ന്. 4-മത്തത്, ഇത് യഹ് ഏക് വികസിത സമാജ് കാ
നിഷാൻ ഹേ. നോക്കൂ, നാലാമത്തെ നോക്കൂ, വലത്തോട്ട് ഇടയ്ക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു മാ തന്നിട്ടുണ്ട്. ഇതൊരു വികസിത സമൂഹത്തിൻ്റെ അടയാളമാണെന്ന്. എന്താണ്? അതും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. സമത, സമത്വം, ഐക്യം, എല്ലാവരും ഒരുപോലെ ആവണം എന്നുള്ളത്. അതൊരു വികസിത സമൂഹം. അല്ലെങ്കിൽ എന്താണ് വികസിത സമൂഹം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഞ്ചാമത്തത് സമാജ് പ്രഗതി ജാനനെ കെ ലിയെ ഇസ്കി ജറൂരത്ത് ഹേ. സമാജ് പ്രഗതി, ക്യാ ഹെ പ്രഗതി? ഉയർച്ച, ഉന്നമനം. സമൂഹത്തിൻ്റെ ഉയർച്ച, സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ജാനേക്കിൽ, അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, ജാനന മനസ്സിലാക്കണമെങ്കിൽ ഇസ്കി ജറൂരത്ത് ഹേ, ഇതിൻ്റെ ആവശ്യമുണ്ട്. എന്തിൻ്റെ ആണെന്ന് നോക്കാം. എവിടെയാണ്? 5 ഈ ഉണ്ട്. ഏറ്റവും അവസാനം എന്തുകൊണ്ട്? സായുണ്ട്. സമാജിക്ക് പ്രഗതി ജാന, സമൂഹം അതിൻ്റെ ഉയർച്ച നേടുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടാവണമെങ്കിൽ ഇതറിഞ്ഞിരിക്കണമെന്ന് 4 അക്ഷരത്തിൽ. എന്താണ്? ഇതിഹാസ്. ഇതിഹാസ് മീൻസ് ചരിത്രം. നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്കിലേ എവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. സമാജിക്ക് പ്രഗതി ജാനനെ കെ ലിയെ ഇസ്കി ജറൂരത്ത് ഹേ, ഇത് അത്യാവശ്യമാണെന്ന്. അടുത്ത് നോക്കുക, 6ാമത്തത് ഏത് സാമാജിക ജീവൻ ക ആധാർ ഹേ. ഇത് സാമൂഹിക ജീവിതത്തിന് ഏറ്റവും ആധാരമാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണെന്ന്. ഇവിടെ നോക്കൂ, ഇടയ്ക്കൊരു കാ മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണത്? ഏകത. ഏകത. ഏകത മീൻസ് എന്താണ്? ഐക്യം, ഏകത. അപ്പോൾ ആ ഒരു പാർട്ട് അത്രയും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ദായി ഓർ, അതായത് വലത്തോട്ടുള്ളത് പറഞ്ഞിരിക്കുന്ന ഒന്ന്, സമാജിക്ക് ഹർ സദസ്യക്കോ ഇസ്കാ ബോധ് ഹോനാ ചാഹി. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ എന്താണത്? സമത്വം. യഹ് വിശേഷത മനുഷ്യക്കോ മിൽജുൽക്കർ രഹ്നേക്ക് പ്രേരണ ദേത്തി ഹേ. ഈ ഒരു സവിശേഷത മനുഷ്യനെ ഒരുമിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ്? ഭായിചാര, സഹോദര സ്നേഹം. അടുത്ത 3ാമത് പറഞ്ഞ യഹ് ഭാരതീയ ശാസൻ വ്യവസ്ഥയ്ക്ക് വിശേഷത ഹേ. ഇത് ഭാരതീയ ഭരണ സംവിധാനത്തിൻ്റെ ഒരു വിശേഷതയാണ് ഈ ഒരു വാക്ക്. എന്താണ്? ജനതന്ത്ര. അടുത്ത് പറഞ്ഞു ഏക്ക് വികസിത സമാജ് ക നിശാൻ ഹെ. ഇതൊരു വികസിത സമൂഹത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ എന്താണ്? സമത. അടുത്ത് സമാജിക്ക് പ്രഗതി ജാനനെ കെ ലിയെ ഇസ്കി ജറൂരത്ത് ഹേ. സമൂഹം ഉയർച്ച നേടി എന്നറിയണമെങ്കിൽ, സമൂഹത്തിനൊരു ഉന്നമനം ഉണ്ടായി എന്നറിയണമെങ്കിൽ ഇസ്കി ജറൂരത്ത് ഹേ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്താണ്? ഇതിഹാസ്, ചരിത്രം. ഏത് സാമാജിക ജീവൻ ക ആധാർ ഹേ. ഇത് സാമൂഹിക ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എന്താണ്? ഏകത. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നീച്ചേക്ക് ഓർ, താഴേക്ക്. ഇപ്പോൾ നമ്മൾ വലതു ഭാഗത്തോട്ടുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് താഴേക്കുള്ള കോളങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവിടെ നോക്കൂ, യഹ് വ്യക്തിയോ കാ സമൂഹ ഹേ. ഇത് വ്യക്തികളുടെ സമൂഹമാണെന്ന് അവിടെ പറയുന്നത് 4ാമത്തെ കോളത്തിൽ നിന്നും താഴേക്ക് സാ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഏതൊക്കെയാണ് വരേണ്ടത്? സമാജ്, സമൂഹം. യഹ് വ്യക്തിയോ കാ സമൂഹ ഹേ. അടുത്ത 7, ഇസ്കാ ഫായദ ഹർ ക്ഷേത്രക്കെ ലോഗോं को मिलना चाहिए. ഇതിൻ്റെ ഒരു ഫായദ, ക്യാ ഹെ ഫായദ? ഫായദ മീൻസ് പ്രയോജനം. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്കാ ഫായദ ഹർ ക്ഷേത്രക്കെ ലോഗോं को मिलना चाहिए. എല്ലാ മേഖലയിലും, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഖല, മണ്ഡലം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. എല്ലാ മേഖലയിലും മിൽനാ ചാഹിയെ, കിട്ടേണ്ടത് ആവശ്യമാണെന്ന്. മിൽനാ ചാഹിയെ. ക്ഷേത്രം എന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പദത്തിൽ നിന്നും കയറി വന്നതാണ്. ഇവിടെ നമ്മൾ മലയാളത്തിൽ നമ്മൾ ക്ഷേത്രം എന്ന് പറയും. ക്ഷേത്രം. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്നറിയാമോ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളെ സൂചിപ്പിക്കുന്ന ക്ഷേത്രമെന്ന്. അപ്പോൾ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യുക, അതായത് നാശത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരിക, അതായത് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ പക്ഷേ ഇവിടത്തെ അർത്ഥം എന്താണ്? മേഖല, മണ്ഡലം എന്നാണ്. ഇസ്കാ ഫായദ, ഇതിൻ്റെ പ്രയോജനം ഹർ ക്ഷേത്രക്കെ ലോകം, എല്ലാ മേഖലയിലെ ജനങ്ങൾക്കും മിൽനാ ചാഹിയെ, കിട്ടേണ്ടതുണ്ട്. 7ാമത്തതാണ്. 7ാമത്തെ കോളം ഏതാ? 7ാമത്തെ നോക്കൂ, ഇവിടെ നോക്കൂ. 7ാമത്തത് എന്താണെന്ന് നോക്കൂ. വികാസ്. എന്താണ്? വികാസ്.
അതായത് സമൂഹം വികസിപ്പിക്കണമെങ്കിൽ, അതായത് സമൂഹത്തിനൊരു വികസനം വരണമെങ്കിൽ, അതായത് ജനങ്ങൾക്ക് വികാസം ഉണ്ടാവണമെങ്കിൽ അത് എല്ലാ മേഖലയിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഇസ്കാ ഫായദ ഹർ ക്ഷേത്രക്കെ ലോകോങ്കോ മിൽനാ ചാഹിയെ. ഇതിൻ്റെ പ്രയോജനം എല്ലാ മേഖലയിലും, രാജ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ രാജ്യത്തിലെ സമൂഹത്തിൽ വരുന്ന സകലമാന ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവണം. ഏതിൻ്റെ പ്രയോജനമാണ്? വികാസത്തിൻ്റെ പ്രയോജനം. അപ്പോൾ സമൂഹത്തിന് വികസനം കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം? എല്ലാ മേഖലയിലും അടിത്തട്ട് വരെയും എന്ത് ചെയ്യണം? എത്തണമെന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, യഹ് ദൂസരോ കെ വിചാരോ അവർ ഭാവനാവോ കോ മാൻനാ ഹെ. ഇത് ദൂസരോ കെ വിചാരോ അവർ ഭാവനാവോ കോ, മറ്റുള്ളവരുടെ വിചാരങ്ങളെയും ചിന്തകളെയും അവരുടെ ഭാവനകളെയും മാൻനാ ഹെ, നമ്മൾ മനസ്സിലാക്കണമെന്ന്, തിരിച്ചറിയണമെന്ന്. അതിനെന്താണെന്ന് ആവശ്യം? അത് നോക്കൂ, 9ാമത്തെ ഇതിൽ നിന്നാണ്. നോക്കൂ, സഹിഷ്ണുത. സഹിഷ്ണുത ഉണ്ടാവണമെന്ന്. 9, यह दूसरों के विचार और भावनाओं को मानना है. यह मानव समाज की विरासत है. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു വിരാസത്താണെന്ന്. വിരാസത്ത് എന്ന് പറഞ്ഞാൽ പൈതൃകമായി നമുക്ക് ലഭിച്ച സമ്പത്ത്. അതിനാണ് എന്തെന്ന് പറയുന്നത്? വിരാസത്ത് എന്ന് പറയുന്നത്. യഹ് മാനവ സമാജിക്ക് വിരാസത്ത്. വിരാസത്ത് കാർത്തികാഹ വിരാസത്ത്, പൈതൃകമായി ലഭിക്കുന്ന സമ്പത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വിരാസത്ത് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു സ്കൃ എന്ന് പറയുന്നൊരു വാക്കാണുള്ളത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം. അത് നമുക്ക് പൈതൃകമായി ലഭിച്ചത് തന്നെയാണ് സംസ്കാരം. എന്തായി സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംസ്കാരത്തിൻ്റെ ഡെഫിനിഷൻ അറിയാമോ? സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സിന്ധു നദീതട സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. ആര്യ ദ്രാവിഡ സംസ്കാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആര്യ ദ്രാവിഡ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവ്, വ്യക്തിയുടെ, നമ്മൾ പറയും സംസ്കാര ശൂന്യൻ എന്നൊക്കെ പറയും. വ്യക്തിയുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഡെഫിനിഷനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ, അതായത് ഇപ്പോൾ ഒരു 50 വർഷമോ 100 വർഷമോ എടുക്കുമ്പോൾ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 100 വർഷം എടുക്കുമ്പോൾ ആ 100 വർഷം കൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങൾ അവർ കൈവരിച്ച നേട്ടങ്ങളുടെ ആകത്തുക, അതിന് എല്ലാ മേഖലയും വരും. അവർ വിദ്യാഭ്യാസപരമായിട്ട് എന്ത് നേടി, അവർ ഭാഷാപരമായി എന്ത് നേടി, അവർ സമൂഹത്തിൻ്റെ വികസനത്തിൽ എന്ത് നേടി, കല, സാഹിത്യം എന്ന് വേണ്ട കെട്ടിട നിർമ്മാണ രീതി, റോഡുകളുടെ പണികൾ, കനാലുകളുടെ പണികൾ എന്ന് വേണ്ട സമൂഹത്തിൽ നമ്മൾ ചെയ്തു തീർക്കുന്ന സകല ജോലികളും, എന്ത് കാര്യമെടുത്തിരുന്നാലും, വിദ്യാഭ്യാസമായിരുന്നാലും മതമായിരുന്നാലും ആചാരങ്ങളായിരുന്നാലും, ഈ മേഖലകളിലെല്ലാം ആ പൊതുസമൂഹം നേടിയ നേട്ടങ്ങളുടെ ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കൃതി എന്ന് പറയുന്നത്. അതുപോലെ വ്യക്തിയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അവൻ ജീവിച്ചിരുന്ന കാലയളവ്, 10 വയസ്സാണെങ്കിൽ 10 വയസ്സ്, 20 വയസ്സാണെങ്കിൽ 20 വയസ്സ്, 30 വയസ്സാണെങ്കിൽ ആ കാലയളവ് കൊണ്ട് ഈ പറഞ്ഞ മേഖലകളിൽ അവൻ നേടിയ നേട്ടങ്ങൾ. ചിലപ്പം വിദ്യാഭ്യാസത്തിൽ കുറവായിരിക്കാം, മറ്റു പല മേഖലകളിലും അവന് കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ ആ മേഖലകളിൽ നിന്ന് അവൻ നേടിയെടുത്ത നേട്ടം എന്താണോ അതിനെയാണ് ആ വ്യക്തിയുടെ സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നീച്ചേക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. അവിടെ 4ാമത്തെ കോളം താഴോട്ട് പറയുന്നത് യഹ് വ്യക്തിയോങ്ക സമൂഹ, ഇത് വ്യക്തികളുടെ സമൂഹമാണെന്ന്. എന്താണത്? സമാജ്. ഇനി ഇസ്കാ ഫായദ ഹർ ക്ഷേത്രക്കെ ലോകോങ്കോ മിൽനാ ചാഹിയെ, എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ലഭിക്കണം. എന്താണ്? ഏതിൻ്റെ ഭാഗത്താണ്? വികാസത്തിൻ്റെ. ഒരെണ്ണം വായിച്ചില്ല. 8 സമാജിക്കെ സദസ്യോക്കെ ബീച്ച് യഹ് ഭാവ രഹനാ ചാഹിയെ, സമൂഹത്തിലെ സദസ്സുകളുടെ, അതായത് അംഗങ്ങളുടെ ഇടയിൽ, സദസ്യോക്കെ ബീച്ച്, സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഈ ഒരു ഭാവം ഉണ്ടാവണം. ഹംദർദി, പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, പരസ്പര സ്നേഹം, എല്ലാവരെയും ഒന്നുപോലെ കാണാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ്. യഹ് ദൂസരോക്കെ വിചാരം ഓർ ഭാവനാവുങ്കോ മാന്നാഹ, മറ്റുള്ളവരുടെ വിചാരങ്ങളെയും ഭാവനകളെയും മനസ്സിലാക്കുന്നതാണ് 9. എന്താണ്? സഹിഷ്ണുത. യഹ് മാനവ സമാജിക്ക് വിരാസത്ത് ഹെ, ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ വിരാസത്താണെന്ന്, അവരുടെ ഒരു പൈതൃക സമ്പത്താണ് ഇത്. എന്താണ്? സംസ്കൃതി, സംസ്കാരം. നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളുടെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായി പറഞ്ഞു വരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമത്വം, ഏകത,
ഭായിചാര, പരസ്പര സ്നേഹം, സഹിഷ്ണുത, നമ്മുടെ സംസ്കാരം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അതിൽ നിന്നുമാണ് നമ്മൾ ഈ കവിതയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കിനി അടുത്ത് പാഠത്തിലേക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് വരാം. ഇപ്പോൾ പാഠത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും മുകളിൽ നോക്കിയാൽ മനസ്സിലാവും, മയ്യാക്കി ആയി വൃദ്ധാശ്രമസെ ചിട്ടി കൈസേ ഹോ ബേട്ട. ഇങ്ങനൊരു 3 വരി കൊടുത്തിട്ടുണ്ട്. മയ്യാക്കി ആയി വൃദ്ധാശ്രമസെ ചിട്ടി കൈസേ ഹോ ബേട്ട. അവിടെ ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട്, വൃദ്ധാശ്രമമയും രഹ്നെ വാലി മാം കിസ്കെ ബാരേമയും സോച്ചത്തി ഹെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊച്ചു കവിതയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജാപ്പാനി കവിത എന്നാണ് പറയുന്നത്. ജാപ്പാനി കവിത, അതിൻ്റെ പേര് ഹൈക്കു എന്നാണ്. ഈ ഹൈക്കു എന്ന് പറയുന്ന ഒരു ജാപ്പാനി കവിതയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരി മയ്യാക്കി ആയി, ആദ്യത്തെ വരികളിൽ 5 അക്ഷരങ്ങളെ കാണും. അതാ കവിതയുടെ പ്രത്യേകത. അടുത്ത രണ്ടാമത്തെ ലൈൻ വൃദ്ധാശ്രമസെ ചിട്ടി, അവിടെ രണ്ടാമത്തെ ലൈനിൽ 7 അക്ഷരങ്ങൾ. കൈസേ ഹോ ബേട്ട, അതിലും 5 അക്ഷരം. അങ്ങനെ ആദ്യത്തെ വരിയിലും അവസാനത്തെ വരിയിലും 3 വരികൾ അടങ്ങുന്നതാണ് ഹൈക്കു എന്ന് പറഞ്ഞ കവിതയുടെ പ്രത്യേകത. അതായത് ജാപ്പാനി കവിതയാണ്, 3 വരികൾ അടങ്ങുന്നതാണ് ഈ കവിതയുടെ പ്രത്യേകത. നമ്മൾ ദോഹ പഠിച്ചിട്ടുള്ളവർ, ദോഹയുടെ പ്രത്യേകത എന്താ? ദോഹ എന്ന് പറയുമ്പോൾ ഈരടികൾ, അതായത് 2 വരികൾക്കുള്ളിൽ ഭാവവും ആശയവും എല്ലാം നിറഞ്ഞാണ് ദോഹ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ പ്രത്യേകത 3 വരികൾക്കുള്ളിൽ ഒരു പൂർണ്ണമായ ഒരു ആശയം ഉണ്ടാവും. അപ്പോൾ അതിൽ ആദ്യത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലും 5 അക്ഷരങ്ങളും നടുക്കുള്ള രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളും അടങ്ങുന്നതാണ് ഈ ഹൈക്കു കവിതയുടെ പ്രത്യേകത. അതാണ്, അല്ല അവിടെ ഒരു സെൻറ്റൻസ് ആയിട്ട് നിങ്ങളതിനെ കാണരുത്. അതൊരു കൊച്ചു കവിതയാണ്. മയ്യാക്കിയായി വൃദ്ധാശ്രമസെ ചിട്ടി കൈസേ ഹോ ബേട്ട. അർത്ഥം പറയാം. മയ്യ മീൻസ് എന്താണ്? മയ്യ മാതാവ്, അമ്മ. മയ്യാക്കി ആയി വൃദ്ധാശ്രമസെ ചിട്ടി, വൃദ്ധാശ്രമത്തിൽ നിന്നും ഒരു ചിട്ടി വന്നു എന്ന്. ചിട്ടിക്കാഹ ചിട്ടി, ലെറ്റർ. വൃദ്ധാശ്രമത്തിൽ നിന്നും അമ്മയുടെ ഒരു ചിട്ടി വന്നു, ഒരു ലെറ്റർ വന്നു എന്ന്. കൈസേ ഹോ ബേട്ട, മകനെ നീ എങ്ങനെയാണ്, നിനക്ക് സുഖമാണോ എന്ന് പറഞ്ഞ് അമ്മ മകനയക്കുന്ന ഒരു ചിട്ടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിലൊരു ചോദ്യം പുസ്തകത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. വൃദ്ധാശ്രമമയും രഹ്നെ വാലി മാം കിസ്കെ ബാരെ മേ സോച്ചത്തി ഹെ. വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന്. കിസ്കെ ബാരേമയും സോച്ചത്തി ഹെ. ആരെക്കുറിച്ച് ചിന്തിക്കുന്നു? ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? മകനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ മകൻ ആരെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഹന്തേക്കോ വൃദ്ധാശ്രമമയും രഹ്നെ വാലി മാം അപ്പനെ ബേട്ടയ്ക്ക് ബാരേമയും സോച്ചത്തി രഹത്തി ഹെ. വൃദ്ധാശ്രമത്തിലുള്ള അമ്മ തൻ്റെ മകനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ലേക്കിൻ ബേട്ട തോ ഉസെ ഭൂൽ ഗയി. മകനാണെങ്കിലോ ഈ അമ്മയെ മറക്കുകയാണ് ചെയ്തത്. അവിടെ കുറേ ചോദ്യങ്ങൾ വന്നു. ഒന്നാമത്തെ ചോദ്യം, മാം ക്യോം വൃദ്ധാശ്രമമയും ജാനാപ്പട. ഈ അമ്മയ്ക്ക് എന്തുകൊണ്ട് എവിടെ പോകേണ്ടി വന്നു? വൃദ്ധാശ്രമത്തിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദോനവും പീഠിയോങ്കോ, പീഠിക്കാഹെ പീഠി, തലമുറ. 2 തലമുറകളുടെ ഒരു അന്തരം ഇവിടെ കാണിച്ചു തരികയാണ്. പുരാനി പീഠി അവർ ആധുനിക പീഠി, പഴയ തലമുറയും ഇന്നത്തെ തലമുറയും. പുരാനി പീഠിക്ക് ലോക് ക്യാ കർത്തേ थे. പഴയ തലമുറയിലെ ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? പഴയ തലമുറയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളെ സംരക്ഷിക്കുമായിരുന്നു. മാ ബാപ് ക പാലൻ പോഷൻ കർത്തേ थे. അവരച്ഛനെയും അമ്മയൊക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ സംരക്ഷിക്കുമായിരുന്നു. ലേക്കിൻ ആജ് കെ സമാനേമയും, പക്ഷേ ഇന്നത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ലേക്കിൻ ആജ് കെ സമാനേമയും വേ മാ ബാപ് കോ വൃദ്ധാശ്രമമേ ചോട് ജാത്തേ ഹെ. വൃദ്ധാശ്രമത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മാംകോയ്ക്കോ വൃദ്ധാശ്രമമേ രഹ്നാപ്പട. അമ്മയ്ക്ക് എന്തുകൊണ്ട് വൃദ്ധാശ്രമത്തിൽ താമസിക്കേണ്ടി വന്നു? അതൊരു ചോദ്യമാണ്. ക്യോങ്കി ആജ് കെ സമാനേമയും, ഇന്നത്തെ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഹം ദേഖ് സക്തേ ഹി വൃദ്ധാശ്രമവും കി സംഖ്യ അൻഗിനത്ത് ജാത്തേ രഹത്തെ. വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്.
20 വർഷം പെഹലെ ദേഖേം തോ, ഒരു 20 വർഷം പിറകിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉസ് സമാനെ മേം വൃദ്ധാശ്രമയ്ക്ക് ആവശ്യകത ഭി നഹീ ഥി. അന്ന് വൃദ്ധാശ്രമങ്ങളുടെ ആവശ്യം പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണ്, യഹാം ദോനോ പീഡിയോ കെ ബാരെ മേം കവി കഹത്തെ ഹൈ. രണ്ട് തലമുറകളെക്കുറിച്ചാണ് കവി പറയുന്നത്. പുരാനി പീഡി അവർ ആധുനിക പീഡി. ആജ് കെ സമാനയൊക്കെ ലോക അവർ പുരാനെ സമാനയൊക്കെ ലോക. പഴയ കാലഘട്ടത്തിലെ ആൾക്കാരെയും ഇന്നത്തെ കാലഘട്ടത്തിലാണ്. പഴയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ, വേത്തോ അപ്പനെ മാ ബാപ്ക്ക് പാലൻ പോഷൻ കർണ അപ്പന ദായിത്വ സമസ്തത്തെ. തൻ്റെ അച്ഛനെ അമ്മയൊക്കെ പാലൻ പോഷൻ കർണ. പാലൻ പോഷൻ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിപാലിക്കുക. പരിപാലിക്കുക എന്ന് പറയുന്നത് അപ്പന ദായിത്വ സമസ്തത്തെ, തങ്ങളുടെ ഉത്തരവാദിത്തമായി കണ്ടിരുന്നു. ലേക്കിൻ ആജ് കെ സമാനേമയും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിലോ, ആജ് കെ സമാനേമയും ബച്ചെ ഉസ്കെ ലിയെ നഹീ രഹത്തെ ഹൈ. വേ തോ അപ്ന ഖുദ് അപ്നാ ഹി കാര്യ കർത്തെ ഹൈ. അവരവരുടെ സ്വയം കാര്യങ്ങളിലേക്ക് ചുരുങ്ങി. യഹാം ദേഖോ ഹമാരെ പാസ് ഏക് കവിത ഹൈ, പുൽ ബനി ഥി മാ. നമുക്ക് ഒരു കവിത പഠിക്കാം. എന്താണ് പുൽ ബനി ഥി മാ? ഇത് എഴുതിയത് നരേന്ദ്ര പുണ്ടരിക്. അപ്പോൾ കവിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ഉത്തർപ്രദേശിലെ ബാന്ദ മെയിം ജന്മ കവിയാണ്. ബാന്ദയിൽ ജനിച്ച കവിയാണ് അദ്ദേഹം. സമകാലീന ഹിന്ദി കവിതക്കെ മഹത്വപൂർണ്ണ കവിയോ മെയിം സേക്കെ. സമകാലീന അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഹിന്ദി കവികളിൽ ഒരു മഹത്വപൂർണ്ണ സ്ഥാനം നേടിയ ഒരു കവി തന്നെയാണ് ആര്, ഈ നരേന്ദ്ര പുണ്ടരിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചന ഏവ സമ്പാദനക്ക് ക്ഷേത്രമേ സക്രിയ. അദ്ദേഹം സമ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, എഡിറ്റിംഗ്. അതായത് അന്ന് പഴയ കാലഘട്ടത്തിലുള്ള മിക്ക കവികളും ഉസ് പുരാനെ സമാനമേ ജോ ലേഖകന്മാർ, എഴുത്തുകാർ, കവികൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിസിനെ കിസി അഖബാർ നൈത്തോ സപ്താഹിക്, ഈ ആഴ്ച പതിപ്പുകൾ, പത്രങ്ങൾ. അഖബാർ മീൻസ് എന്താണ്, പത്രം. സപ്താഹിക് ആഴ്ച പതിപ്പ്, മാസികകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ സമ്പാദകീക കാം കർത്തേത്തെ, എഡിറ്റോറിയൽ ജോലികളൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ് ആര്, നരേന്ദ്ര പുണ്ടരിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഓർമ്മിച്ചും ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ടും അദ്ദേഹം എഴുതിയതാണ് പുൽ ബനി ഥി മാ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതിലെ ആദ്യത്തെ 2 സ്റ്റാൻസ് ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ. ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ഥി മാ ജിസ്മേം ആയേ ദിൻ ദൗड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. पिता के बाद हम भाइयों के बीच पुल बनी माम अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माम. मैं एक बार फिर दोहराऊंगा. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. हम भाइयों के बीच पुल बनी थी माम जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. पिता के बाद हम भाइयों के बीच पुल बनी माम अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माँ. मैं सोचता हूँ आप ध्यान से सुन रहा है. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. നോക്കൂ. ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ഥി മാം. ഇവിടെ കവി പറയുകയാണ്, നരേന്ദ്ര പുണ്ടരിക് അദ്ദേഹം പറയുകയാണ്, ഹം ഭായിയോ കെ ബീച്ച്, നമ്മൾ സഹോദരന്മാർക്കിടയിൽ. ഹം ഭായിയോ കെ ബീച്ച്, ഹം ഭായിയോ കെ ബീച്ച് पुल बनी थी माम. पुल क्या है, पुल का अर्थ പാലം. പുൽ മീൻസ് പാലം. പുൽ ബനി ഥി മാം, അമ്മ ഒരു പാലമായിരുന്നുവെന്ന്. ഹം ഭായിയോ കെ ബീച്ച്, നമ്മൾ സഹോദരന്മാർക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ഇസ്കാ മതലബ് ക്യാ ഹൈ, ഇതിൻ്റെ അർത്ഥം എന്താണ്? കാരണം എന്താണ്, നമുക്ക് തന്നെ അറിയാം. ഹം ജാനത്തെ ഹൈ ഹം അപ്നെ ഘർ മെയും സഭി കാര്യ പിതാ സെ ബാത്തേം കർനെ ഡർത്തെ ഹൈ. എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെ അടുത്ത് പറയുന്നതിൽ നമുക്ക് ഭയങ്കര ഭയമാണ്. പിതാ സെ ബാത്താൻ കർണ ഹം ഡർത്തെ. അപ്പോൾ ഉസ് സമയ ഹമാരി മദത്
കോൻ കർത്താ ഹെ? ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ആരാ? ഹമാരി മാം, നമ്മളെ അമ്മയാണ്. കാര്യങ്ങളെല്ലാം നമ്മൾ ഹം ദൗഡ് കർ ആയെങ്കിൽ അവർ മാം സെ ബാത്തേം കറിയെങ്കിൽ, നമ്മൾ ഓടി വരും, ആരുടെ അടുത്ത് വന്ന് പറയും കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ളതൊക്കെ അമ്മയുടെ അടുത്ത് പറയും. മാം പിതാസെ കർത്തേ, അമ്മയാണ് ആരുടെ അടുത്ത് പോയി പറയുന്നത്? പിതാവിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ഥി മാം, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ മാത്രമല്ല, ഹമാരെ ബീച്ച് ജോ ചകടാ ഹോത്തെ ഹെ, ചകടാ ക്യാ ഹെ? ചകടാ വഴക്ക്. ഹം ദോനോ ഹം ഭായിയോ കെ ബീച്ച് ജോ ചകടാ ഹോത്തെ ഹെ, നമ്മൾ സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതും പരിഹരിക്കുന്നത് ആരാണ്? അമ്മ തന്നെയാണ്. ഹം ഭായിയോ കെ ബീച്ചക്ക് പുൽ കി തരഹ് മാം രഹ്തി ഥി, ഒരു പാലം പോലെയായിരുന്നു അമ്മ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിരുന്നത്. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ഥി ബേധടക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോं की ചുക്ക് ചുക്ക് ചക്ക് ചക്ക്. അവിടെ പറയണം ജിസ്മി ആയേ ദിൻ ദൗഡ്തി രഹ്തി ഥി, നമ്മൾ ഈ നമ്മുടെ ജീവിതകാലം എടുക്കുകയാണെങ്കിൽ ആ ജീവിതകാലത്ത് ഹം ദൗഡ്തി രഹ്തി ഥി ബേധടക്, ബേധടക്, ഒരു യാതൊരു തടസ്സങ്ങളുമില്ലാതെ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, കിസി ബി മുസീബത്ത് കെ ബിന, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഹം ദൗഡ്തേ രഹേ, നമ്മൾ ഓടിക്കൊണ്ടിരുന്നു. എന്താണ്? ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. ഇവിടെ പറയണം ഹരി ലാൽ ബത്തി. ഹരി ലാൽ ബത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹര കോൺസ രംഗ് ഹെ? ഹര ഏത് നിറമാണ്? പച്ച നിറം. ലാൽ കോൺസ രംഗ് ഹെ? ലാൽ എന്ന് പറയുന്നത് ചുവപ്പ്. പച്ചയും ചുവപ്പും ഈ കളറുകളിൽ ലൈറ്റ് അണയുകയും ഒക്കെ കത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥലം നമുക്കറിയാം, സിഗ്നലുകളാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹം ലോഗി ചുക്ക് ചുക്ക് ചക്ക് ചക്ക്, ഈ ഒരു ശബ്ദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏക്ക് റെയിൽഗാഡി, ട്രെയിനിനെ കവി ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. ഏക്ക് റെയിൽഗാഡിക്ക് തരഫ് ഹമാരെ ജിന്ദഗിക്കോ, നമ്മുടെ ജീവിതത്തിനെ കവി ഒരു ട്രെയിനുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നത്. ആ ട്രെയിനിന് ബിനാ കിസി, അതായത് യാതൊരു വിധമായ ഹരിലാൽ ബത്തിക്ക്, പച്ചയെന്നോ ചുവപ്പെന്നോ ഇല്ലാതെ, യാതൊരു തടസ്സവുമില്ലാതെ, ബേധടക്ക്, ഒരു പ്രശ്നവുമില്ലാതെ ഓടാനായിട്ട് ദൗഡ്തി രഹ്തി ഥി, ഓടിക്കൊണ്ടിരിക്കുന്നതിന് നമ്മളുടെ ഇടയിലേക്ക് പുൽ ബനി ഥി മാം, അമ്മ ആരായിരുന്നുവെന്ന്? ഒരു പാലമായിരുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ റെയിൽഗാഡിക്കോ ഹമാരെ ജീവൻ സെ ഉനോമിനെ ഉപമാക്കി. ഇവിടെ റെയിൽഗാഡിയെ നമ്മുടെ ജീവിതവുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? ഉപമിച്ചിരിക്കുകയാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ആ ഒരു റെയിൽഗാഡിയാകുന്ന ജീവിതം, ആ ഒരു വണ്ടിയാകുന്ന ജീവിതം, അതിന് തടസ്സങ്ങളില്ലാതെ ഓടാനായിട്ട് ഉനേം കിസി ബി രുക്കാവട്ട് കെ ബിന ദൗഡിനെ കേലിയെ, യാതൊരു രുക്കാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. യാതൊരു തടസ്സങ്ങളുമില്ലാതെ ദൗഡിനെ കേലിയെ, അതിന് ഓടുന്നതിന് വേണ്ടിയിട്ട് കോൺസ രുക്കാവട്ട് ബീച്ച് മേ അദ്ദേഹം ലാൽ ബത്തി, ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് ലൈറ്റ് കത്തും, അതാണ് തടസ്സങ്ങളായിട്ട് വരുന്നത്. കബി ഹരാരംഗ് ഹോത്താഹെ, പോകാനുള്ള അനുമതി കിട്ടും. ബീച്ച് മേ ലാൽ ബത്തി ഹോത്തി ഹെ, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ചുവപ്പ് ലൈറ്റ് കത്തുന്നു. ലേക്കിൻ യഹാം മാം കിസി ബി രുക്കാവട്ട് കെ ബിന, പക്ഷേ ഇവിടെ അമ്മ എന്ത് ചെയ്യാണ്? യാതൊരു തടസ്സവുമില്ലാതെ, കിസി ബി രുക്കാവട്ട് കെ ബിന, ഒരു തടസ്സങ്ങളുമില്ലാതെ ഹമാരി ജിന്ദഗി അച്ചി തരക് ചലാനെ കെ ലിയെ, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാമയൊക്കെ പുൽബനി ഥി, അമ്മ എന്തായി തീർന്നിരുന്നുവെന്ന്? അമ്മ ഒരു പാലമായി തീർന്നിരുന്നുവെന്ന്. അതാണ് നമ്മുടെ കവി നമ്മളോട് പറയുന്ന ആദ്യത്തെ സ്റ്റാൻസ. ഒന്നുകൂടെ വായിക്കാം. ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ഥി മാം, ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ഥി ബേധടക്ക് ബിനാ കിസി ഹരി ലാൽ ബത്തി के हम लोगों की ചുക്ക് ചുക്ക് ചക്ക് ചക്ക്. സമझ മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ठीक है, अगले के पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बूटा रही है माँ. അപ്പോൾ അടുത്ത് പറയണം പിതാക്കെ ബാദ്. പിതാക്കെ ബാദ് മീൻസ് പിതാ ഛൽ ബസ്നെ കെ ബാദ്, ഛൽ ബസ്ന മരിച്ചു പോവുക. പിതാക്കെ ബാദ് പിതാവിൻ്റെ മരണശേഷം, കാലശേഷം. പിതാക്കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാം, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യന് പുൽ ബനി ഥി മാം സെ ക്യാ താത്പര്യ ഹെ,
അമ്മ ഒരു പാലമായിട്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പഠിച്ച പാഠത്തെ 4 വരി സ്റ്റാൻഡ്സെ ബേസ് നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. അമ്മ പാലമായിരുന്നു. കാരണം എല്ലാ തടസ്സങ്ങൾക്കും കൊയ് രുക്കാവട്ട് കെ ബിന ഹമാരി ജിന്ദഗി ചൽത്തി രഹത്തി, തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതിന് മാം ഹമാരെ സഹായത കർത്തി, അമ്മ നമ്മളെ എന്ത് ചെയ്തിരുന്നു? സഹായിച്ചിരുന്നു, അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, പുൽ ബനി ഥി മാം സെ ക്യാ താത്പര്യ ഹേ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ ഒരു സൂം ആപ്ലിക്കേഷനിൽ നമ്മൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ സൂം ആപ്ലിക്കേഷനിൽ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ നിവർത്തി ചെയ്യാനാണ്. സംശയങ്ങൾ ചോദിക്കാം. ഈ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം നമ്മൾ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് കൃത്യമായി നല്ല രീതിയിൽ കണ്ടതിന് ശേഷം സംശയ നിവാരണത്തിന് വേണ്ടി വൈകുന്നേരം 8 മണിക്ക് കൃത്യമായിട്ടും അവരവരുടെ സിസ്റ്റത്തിൽ നിന്ന് കയറുക. സൂം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് അയച്ചു തരും. അതിൽ കയറിയതിന് ശേഷം അപ്പോൾ ആ സമയത്ത് ഞാനും ലൈവിലുണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് എന്ത് ചെയ്യാം? കൃത്യമായിട്ടും കാര്യങ്ങൾ ചോദിക്കാം. തൽക്കാലം നമുക്കിന്നിവിടെ നിർത്താം. ഓക്കെ.